അപ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ മാറ്റം അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ പല ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. കെ സുധാകരൻ തലപ്പത്തിരിക്കുമ്പോൾ വലിയ വിജയങ്ങൾ നേടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ 18 സീറ്റിലും വിജയിച്ചു. ഒരിടത്ത് തോറ്റുപോയി. നിർഭാഗ്യകരമായൊരു സാഹചര്യം അവരെ സംബന്ധിച്ചു തൃശ്ശൂരിൽ. ബാക്കിയെല്ലാത്തും വിജയിച്ചില്ലേ? അപ്പോൾ സുധാകരൻ തലപ്പത്തിരിക്കുന്നതുകൊണ്ട് പാർട്ടിക്ക് എന്തോ മഹത്തായ നഷ്ടമുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. സുധാകരൻ തലപ്പത്തിരുന്നുകൊണ്ട് കത്തോലിക്ക സഭ വോട്ട് ചെയ്യാതിരുന്നു എന്നും പറയാൻ പറ്റില്ല. പക്ഷേ അവർ പല കാരണങ്ങൾ കാണുന്നു. ഇപ്പോൾ ദീപാദാസ് മുൻഷി ഇവിടെ വന്ന് റിപ്പോർട്ട് തയ്യാറാക്കി മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം മാറണമെന്നാണ്. കാരണം ഇദ്ദേഹം ഓഫീസിൽ പോലും പ്രോപ്പറായി വരാറില്ല. ഉച്ചയ്ക്ക് ആണ് ചിലപ്പോൾ ഓഫീസിൽ വരിക. മിക്കപ്പോഴും അദ്ദേഹം ഓഫീസിൽ വരാറില്ല. താഴെ തട്ടിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സുധാകരൻ പറയുന്നത് ഇവിടെ വന്ന് ദീപാദാസ് മുൻഷിക്ക് വലിയ ഹോട്ടലിൽ താമസിക്കണം, അതിനുള്ള പാങ്ങൊന്നും KPCക്ക് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ ദേഷ്യം തീർക്കുകയാണ് ഈ ദീപാദാസ് മുൻഷി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് റിപ്പോർട്ട് എഴുതി കൊടുത്തതാണ്. അതുമാത്രമല്ല, നേരത്തെ സുനിൽ കനകോലു പറയുന്നത് ഇദ്ദേഹം മാറുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ടുള്ള പ്രസിഡന്റ് വരണം, താഴെ തട്ടിൽ ഇടപെടാൻ കഴിയുന്ന പ്രസിഡന്റ് വരണം, സമുദായങ്ങളെ തമ്മിൽ സംയോജിപ്പിക്കാൻ കഴിയുന്ന പ്രസിഡന്റ് വേണം, പ്രവർത്തകർക്ക് ആവേശം കൊടുക്കാൻ കഴിയുന്ന പ്രസിഡന്റ് വേണം. ഈ കാര്യത്തിൽ നിന്നും പ്രവർത്തിക്കാൻ കെ കരുണാകരൻ്റെ ഒക്കെ മികവെന്ന് പറഞ്ഞാൽ സമുദായങ്ങളെ സമന്വയിപ്പിക്കാനുള്ള ഒരു സവിശേഷമായ ശേഷിയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാൻ കെ സുധാകരനെ കൊണ്ട് പറ്റുന്നില്ല. അദ്ദേഹം സെമി കേഡറൊക്കെ അവകാശവാദമായിട്ട് വന്നതാണ്. പക്ഷേ ആ സംഘടനയെ ചലിപ്പിക്കാനോ എല്ലായിടത്തും യൂണിറ്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് പ്രധാനമാണ്, കനകോലുവിൻ്റെ റിപ്പോർട്ട് പ്രധാനമാണ്. അതിനെല്ലാം അപ്പുറം ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു പ്രാതിനിധ്യം, ഒരു ആശ്രയ കേന്ദ്രം. മാണിസാർ പോയല്ലോ, ഉമ്മൻചാണ്ടി സാറും പോയി. അതിനുശേഷം ഉണ്ടായിരുന്ന AK ആൻ്റണിയാണ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് മൂഡിലാണ്. അദ്ദേഹം ആക്റ്റീവായിട്ട് പൊളിറ്റിക്സിലില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയിൻറ്റ്, അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ ഇല്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെ പ്രതിനിധാനങ്ങളുടെ രാഷ്ട്രീയം കളിക്കുക എന്നുള്ളതാണ് അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയോ, അയ്യോ നിങ്ങൾ ആ സമുദായത്തെ നോക്കി ആളെ വെച്ചില്ലേ പറഞ്ഞ് കോൺഗ്രസിനെ ആരെങ്കിലും പഴി പറയുകയോ അതിൻ്റെ പേരിൽ അവരോടെല്ലാം പിണങ്ങിപ്പോൾ ഒന്നും ഉണ്ടാവാറില്ല. കോൺഗ്രസ് അങ്ങനെ ബാലൻസ് ചെയ്യുന്നതാണ്. താക്കോൽ സ്ഥാനത്ത് ആൾ വേണമെന്ന് സുകുമാരൻ നായർ പറഞ്ഞപ്പോൾ അത് കേട്ടാണല്ലോ രമേശ് ചെന്നിത്തല എടുത്ത് പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ വെച്ചത്. അതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? ആകെ കേരളത്തിൽ സംഭവിച്ച 5-ാം മന്ത്രിയെ ലീഗിന് കൊടുത്തപ്പോൾ മാത്രം, അല്ലാത്തപ്പോൾ കോൺഗ്രസിനകത്ത് ഇത്തരം സംഗതികൾക്കൊന്നും സംഭവിക്കുന്നില്ല. ഇപ്പോഴൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നത്. ഇതിലൊരു കാര്യമുണ്ട്, സമുദായങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമൊന്നുമല്ല. സമുദായങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പവറിൽ പ്രധാനപ്പെട്ട പദവിയിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക തന്നെ വേണം. അതിൽ നമുക്കിപ്പോൾ കുറ്റമൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ടതാണ്. ഈഴവ സമുദായത്തിനകത്തേക്ക് വലിയ തോതിൽ കടന്നു കയറാൻ സംഘ് പരിവാർ ശ്രമിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ നമ്മൾ കണ്ടു CPMനാണ് വലിയ നഷ്ടം ഉണ്ടായത്. പക്ഷേ CPM മാത്രം ആലോചിക്കുകയും CPM മാത്രം ആധി കൊള്ളുകയും ചെയ്യുന്നൊരു വിഷയമല്ല. ഈഴവ സമുദായം ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ്. അവർക്കിടയിൽ ഈ CPMനായാലും കോൺഗ്രസിനായാലും രണ്ട് പാർട്ടികൾക്കും ഗ്രിപ്പ് നഷ്ടപ്പെടുകയും പകരം BJP അവിടേക്ക് കടന്നു കയറുകയും ചെയ്യുന്നത് രണ്ടുപേരും ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. അത് പരിഹരിക്കാനുള്ള ഒരു ഊന്നലുള്ള ഇടപെടൽ വേണമെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ലെന്ന പരാതി അവർ ഉന്നയിച്ചു. അവരുടെ പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്ത വന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള ആൾക്കാർ ഈഴവ സമുദായത്തിന് ഭരണഘടനാപരമായ സംവരണം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പാർട്ടി നേരിട്ട് ഇടപെട്ടുകൊണ്ട് സംവരണവും പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ പണിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ അത് കൊടുക്കാത്തതിൻ്റെ തിക്തഫലം അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ഒരു ഈഴവ സമുദായാംഗമാണ്. ഇപ്പോൾ മാറ്റുമെന്ന് പറയപ്പെടുന്ന കെ സുധാകരൻ അദ്ദേഹത്തെ മാറ്റി പകരം കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ പകരം കൊണ്ടുവരുമ്പോൾ അത് ഇപ്പോൾ ചില കഥകൾ പ്രചരിക്കുന്നത് കത്തോലിക്ക സഭ നേരിട്ട് ആവശ്യപ്പെട്ടു ഈ സണ്ണി ജോസഫിനെയോ ആൻറ്റോ ആൻ്റണിയോ വേണമെന്നാണ്. അങ്ങനെ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു എന്ന വാർത്ത പോലെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് നേരെ അപ്പുറത്ത് എങ്ങനെ അത് പ്രവർത്തിക്കുമെന്ന് ഉറ്റുനോക്കേണ്ട കാര്യമാണ്.